എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 140 കോടി ഇന്ത്യക്കാർ ശ്വാസമടക്കി കാത്തിരുന്ന ആ മഹാപോരാട്ടം ഇന്നാണ്. മെയ് 18 ചെന്നൈയിലെ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ മാരത്തനായി. സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് പഴയ കണക്കുകൾ തീർക്കാൻ സാക്ഷാൽ എം.എസ്. ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് കളത്തിലിറങ്ങുകയാണ്. എന്നാൽ മത്സരത്തിനു മുൻപ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ഏവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. ധോണിയുടെ പുതിയ തന്ത്രങ്ങൾ എസ്.ആർ.എച്ച് ക്യാമ്പിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ഋതുരാജ് ഗേക്വാദിനെയും ശിവം ദുബെയെയും പോലെയുള്ള രണ്ടു വലിയ മാച്ച് വിന്നർമാരെ ടീമിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ധോണി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് CSKയുടെ പുതിയ 11 സിംഹങ്ങളെയാണ്. ഈ 11 സിംഹങ്ങളുമായാണ് ധോണിയുടെ പുതിയ സൈന്യം ഇന്ന് കളത്തിലിറങ്ങുന്നത്. ഈ ഫ്ളാറ്റ് വിക്കറ്റിൽ വെറും 150 200 റൺസ് എടുത്താൽ പോരാ. എസ്.ആർ.എച്ച് എന്ന അപകടകാരികളായ ടീമിനു മുന്നിൽ 250 റൺസ് പോലും കുറവായിരിക്കുമെന്ന് ധോണിക്ക് നന്നായി അറിയാം. അതിനാൽ തന്നെ 3 ഓൾറൗണ്ടർമാർ ഉൾപ്പെടെ 8ാം നമ്പർ വരെ പ്രോപ്പർ ബാറ്റിംഗ് നിരയെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതെ, 250+ റൺസിനായുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് ടീം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ടീമിൽ മുഴുവൻ പവർ ഹിറ്റർമാരെ കുത്തിനിറച്ചിരിക്കുകയാണ്. ഇന്ന് ജയത്തിനായി അവർ തങ്ങളുടെ ജീവൻ വരെ നൽകും. പക്ഷേ ഈ പ്ലേയിങ് 11 തെരഞ്ഞെടുക്കുമ്പോൾ ചെന്നൈയുടെ ഏറ്റവും വലിയ 2 മാച്ച് വിന്നർമാരുടെ തലയിലാണ് ഇടിതീ വീണത്. അതിലൊരാളെ മുംബൈ ഇന്ത്യൻസിലേക്ക് പറഞ്ഞയച്ചപ്പോൾ രണ്ടാമനെ വലിയൊരു ഗതികേട് കാരണം ഇന്ന് കളത്തിലിറക്കേണ്ടി വന്നിരിക്കുകയാണ്. 8ാം നമ്പർ വരെ ബാറ്റിംഗ് താണ്ഡവമാടാൻ പോകുന്ന ആ 11 സിംഹങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ഏത് വിധേനയും ചെന്നൈക്ക് ജയം അനിവാര്യമായ ദിവസമാണ്. ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പതാക ഏറ്റവും ഉയരത്തിൽ പാറണമെന്നും എസ്.ആർ.എച്ചിനെ തകർത്തെറിയണമെന്നും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ CSK ആരാധകർ ധോണിക്കൊപ്പമുണ്ടെന്ന് തെളിയിക്കാൻ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് നൽകുക. ചെന്നൈയുടെ ഓപ്പണിംഗ് ജോഡിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അവിടെ ഇന്ന് എല്ലാവരുടെയും ശ്രദ്ധ ഓർവിൽ പട്ടേലിലും CSKയുടെ വജ്രായുധമായ ഇതിഹാസ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിലുമായിരിക്കും. സഞ്ജു വലിയ മത്സരങ്ങളുടെ താരമായാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല എസ്.ആർ.എച്ചിനെതിരെ അദ്ദേഹത്തിന്റെ റെക്കോർഡ് എപ്പോഴും അതിഗംഭീരവുമാണ്. പവർ പ്ലേയിൽ സഞ്ജു ഒന്ന് നിലയുറപ്പിച്ചാൽ പിന്നെ ചെപ്പോക്ക് സ്റ്റേഡിയം അദ്ദേഹത്തിന്റെ ബൗണ്ടറികളുടെ ഇടിമുഴക്കത്താൽ വിറകൊള്ളും. മറുഭാഗത്ത് ഈ സീസണിലുടനീളം ആക്രമണോത്സുക ബാറ്റിംഗ് കാഴ്ചവെക്കുന്ന ഓർവിൽ പട്ടേൽ പുതിയ പന്തിനെതിരെ ഭയമില്ലാതെയാണ് കളിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു നല്ല തുടക്കം ലഭിച്ചാൽ എസ്.ആർ.എച്ച് ബൌളർമാരുടെ രാത്രി ദുരിതപൂർണ്ണമാകുമെന്നത് ഉറപ്പാണ്. 3ാം നമ്പറിൽ ചെന്നൈയുടെ ബാറ്റിംഗിന്റെ നട്ടെല്ലായി മാറിയ കാർത്തിക് ശർമ്മയെത്തും. വേഗത്തിൽ റൺ സ്കോർ ചെയ്യാൻ മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്നിംഗ്സ് സധൈര്യം കൈകാര്യം ചെയ്യാനും അദ്ദേഹത്തിന് വലിയ മിടുക്കുണ്ട്. തുടർന്ന് 4ാം നമ്പറിൽ വരുന്നത് ഒറ്റയ്ക്ക് മത്സരത്തിന്റെ ഗതി മാറ്റാൻ കെൽപ്പുള്ള മാത്യു ഷോട്ടാണ്. സ്പിന്നിനും പേസിനുമെതിരെ ഒരുപോലെ അപകടകാരിയായ മാത്യുവിന്റെ ചുമതലയായിരിക്കും എസ്.ആർ.എച്ച് സ്പിന്നർമാരെ ആക്രമിക്കാനുള്ള പൂർണ്ണ ചുമതല. എന്നാൽ യഥാർത്ഥ ബാറ്റിംഗ് വെടിക്കെട്ട് കാണാൻ പോകുന്നത് 5ഉം 6ഉം നമ്പറുകളിലായിരിക്കും. അവിടെ ഡെവോൾഡ് ബ്രേവിസും സാക്ഷാൽ ക്യാപ്റ്റൻ എം.എസ്. ധോണിയും കളത്തിലിറങ്ങും. ഡെത്ത് ഓവറുകളിൽ കൂറ്റൻ ഷോട്ടുകൾ കളിക്കാൻ പേരുകേട്ട ബ്രേവിസിനൊപ്പം ധോണിയുടെ ബാറ്റ് കൂടി ഉണർന്നാൽ പിന്നെ പന്ത് നേരെ സ്റ്റാൻസിലേക്കായിരിക്കും പറക്കുക. അവസാന 5 ഓവറുകളിൽ മത്സരത്തെ പൂർണ്ണമായും ചെന്നൈയുടെ കാൽക്കീഴിലാക്കാൻ ഈ സഖ്യത്തിന് കഴിയും. ഇനി വരുന്നത് ചെന്നൈയുടെ ഏറ്റവും വലിയ എക്സ് ഫാക്ടറാണ്. 7ാം നമ്പറിൽ ബാറ്റും കൊണ്ടും പന്തും കൊണ്ടും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള ജാമി ഓവർട്ടൺ എത്തുമ്പോൾ 8ാം നമ്പറിൽ പേര് കേട്ടാൽ തന്നെ വമ്പൻ ബാറ്റർമാർ വരെ ഭയപ്പെടുന്ന അഖിൽ ഹുസൈൻ ആയിരിക്കും ഉണ്ടാവുക. എപ്പോഴാണിവർ വിക്കറ്റുകൾ വീഴ്ത്തുന്നത്, എപ്പോഴാണിവർ പടുകൂറ്റൻ സിക്സറുകൾ പറത്തുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ മുൻനിര വിക്കറ്റുകൾ വേഗത്തിൽ വീണാൽ പോലും അവസാന ഓവറുകളിൽ എസ്.ആർ.എച്ച് ബൌളർമാരെ പിച്ചു ചീന്താൻ തക്കവണ്ണം 8ാം നമ്പർ വരെ നീളുന്ന അതിമാരകമായ ബാറ്റിംഗ് നിര ചെന്നൈക്കുണ്ട്. ഇനി ബൌളിംഗിൽ വന്നാൽ ചെന്നൈ തങ്ങളുടെ ഏറ്റവും അപകടകരമായ നിരയെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്പിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വം നൂർ അഹമ്മദ് ഏറ്റെടുക്കും. തന്റെ മാന്ത്രിക സ്പിൻ കുരുക്കിൽ എസ്.ആർ.എച്ച് ബാറ്റർമാരെ വരിഞ്ഞുമുറുക്കാനും മിഡിൽ ഓവറുകളിൽ വിക്കറ്റുകൾ കൊയ്യാനുമുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ അദ്ദേഹത്തിലാണ്. പേസ് ബൌളിംഗിൽ പുതിയ പന്തുമായി നാശം വിതയ്ക്കാൻ അൻഷുൽ കമ്പോജ് തയ്യാറാണ്. പന്ത് സ്വിംഗ് ചെയ്യിപ്പിച്ച് വമ്പൻ ബാറ്റർമാരെ വെള്ളം കുടിപ്പിക്കാൻ മിടുക്കനായ കമ്പോജിന്റെ ആദ്യ സ്പെല്ലിന് തന്നെ മത്സരത്തിന്റെ ഗതി തിരിച്ചിടാൻ സാധിക്കും. ഇനി പറയാൻ പോകുന്നത് പേര് കേട്ടാൽ തന്നെ ബാറ്റർമാരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന താരത്തെക്കുറിച്ചാണ്. അതെ, യോർക്കർ കിങ് മുകേഷ് ചൌധരിയായിരിക്കും ഇന്ന് എസ്.ആർ.എച്ച് ബാറ്റർമാരുടെ ഏറ്റവും വലിയ പേടിസ്വപ്നം. ഡെത്ത് ഓവറുകളിൽ റൺസ് വിട്ടുകൊടുക്കാനും വിക്കറ്റുകൾ കൊയ്യാനും ഒരുപോലെ മിടുക്കനായ മുകേഷ് തന്റെ യഥാർത്ഥ താളത്തിലേക്ക് ഉയർന്നാൽ അഭിഷേക് ശർമ്മ മുതൽ എസ്.ആർ.എച്ചിന്റെ മുഴുവൻ ബാറ്റിംഗ് നിരയും കടുത്ത സമ്മർദ്ദത്തിലമരും. അങ്ങനെ സഞ്ജു സാംസൺ, ഓർവിൽ പട്ടേൽ, കാർത്തിക് ശർമ്മ, മാത്യു ഷോട്ട്, ഡെവോൾഡ് ബ്രേവിസ്, എം.എസ്. ധോണി, ജാമി ഓവർട്ടൺ, അഖിൽ ഹുസൈൻ, നൂർ അഹമ്മദ്, അൻഷുൽ കമ്പോജ്, മുകേഷ് ചൌധരി എന്നീ 11 പോരാളികളാണ് ഇന്ന് എസ്.ആർ.എച്ചിനെ തകർത്തെറിയാൻ കളത്തിലിറങ്ങുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഈ മത്സരം കേവലം ഒരു ക്രിക്കറ്റ് കളി മാത്രമല്ല, മറിച്ച് തന്ത്രങ്ങളുടെയും പോരാട്ടവീര്യത്തിന്റെയും ഒരു വലിയ വിസ്മയ കാഴ്ച തന്നെയായിരിക്കും. പാറ്റ് കമ്മിൻസിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ഹൈദരാബാദിന്റെ കടുത്ത വെല്ലുവിളികളെ ധോണിയുടെ ബുദ്ധിയും സഞ്ജു സാംസൺ ഉൾപ്പെടുന്ന ഈ പുതിയ വിനാശകാരിയായ ബാറ്റിംഗ് നിരയുടെ കരുത്തും എങ്ങനെ നേരിടുമെന്ന് ശ്വാസമടക്കി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തുവന്ന ഈ സൂചനകൾ ശരിയാണെങ്കിൽ ഇന്ന് ചെപ്പോക്കിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു റൺ മഴ തന്നെയാകും.
എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ 250-ന് മുകളിൽ സ്കോർ ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് കണ്ണും നട്ടിറങ്ങുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ഈ മൈതാനത്ത് പുതിയ ചരിത്രം തിരുത്തിക്കുറിക്കുമോ അതോ SRH തിരിച്ചടിക്കുമോ? അതുപോലെ MS ധോണി ഇന്ന് തന്റെ ക്യാപ്റ്റൻസി ഇന്നിംഗ്സ് പുറത്തെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ രേഖപ്പെടുത്തുക. ഒപ്പം കമന്റ് ബോക്സിൽ ഓൾ ദ ബെസ്റ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നെഴുതാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.